Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA 6th സെമസ്റ്റർ SD സ്റ്റുഡൻസിന്റെ അഡീഷണൽ പേപ്പറാണ് റിസർച്ച് മെത്തഡോളജി. 10ാം തീയതിയാണ് എക്സാം വരുന്നത്. നമ്മൾ ഈ ഒരു പേപ്പറിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതിനുശേഷം ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയില് പാർട്ട് സിയില് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന SC ചോദ്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ടോട്ടലായിട്ട് 2 ചോദ്യങ്ങളാണ് വരാ. അതിൽ ഒരു ചോദ്യമാണ് SC ആയിട്ട് എഴുതേണ്ട. അഡീഷണൽ പേപ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറവാണ്. സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. എന്നാ പിടിച്ചോ. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം മിക്ക പേപ്പറിലും കണ്ടുവന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സാമ്പിളിംഗ് എന്താണ്? സാമ്പിളിങ്ങിനെ പറ്റിയിട്ടുള്ള ചോദ്യം റിപ്പീറ്റ് ആണ്. സാമ്പിളിംഗ് എന്താണ്? റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ സാമ്പിളിംഗ് എന്ന് ചോദിക്കും. ദെൻ അതിൻ്റെ എക്സ്പ്ലെയിൻ ഇറ്റ്സ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. ദെൻ അതിനുശേഷം അതിൻ്റെ ടൈപ്സ്. സോ ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ ലാസ്റ്റ് 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ചോദ്യമാണ്. ടൈപ്സിൽ അത് 2 എണ്ണമാണ്: പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. ഇതാണ് 2 മെത്തേഡുകൾ വരുന്നത്. പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് അല്ലെങ്കിൽ റാൻഡം സാമ്പിളിംഗ്, നോൺ റാൻഡം സാമ്പിളിംഗ്, 2 ആയിട്ട് പറയാം. അപ്പോൾ അതിൽ വരുന്ന മെത്തേഡ്സ് ഉണ്ട്. ഈ പറയുന്ന നോൺ പ്രോബബിലിറ്റിയിൽ വരുന്ന മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഇത് എഴുതാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യം SCക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നിർബന്ധമായും പഠിച്ചിരിക്കണം. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമതായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡാറ്റ എന്താണ്? എക്സ്പ്ലെയിൻ ഡിഫറെന്റ് സോഴ്സസ് ഓഫ് ഡാറ്റ വരാം. അതിലിപ്പോൾ ഈ പറയുന്ന പോലെ പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ, ഈ പറയുന്ന പ്രൈമറി ഡാറ്റ സോഴ്സസിനെ പറ്റിയിട്ട് സെപ്പറേറ്റ് പിന്നെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതിലുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ഇൻ്റർവ്യൂ എന്താണ്? ഇൻ്റർവ്യൂ മെത്തേഡ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻ്റർവ്യൂ മെത്തേഡ് ചോദിക്കാറുള്ളതാണ്. ഇൻ്റർവ്യൂ മെത്തേഡ് ഏതൊക്കെയാണ്? അതുപോലെ തന്നെ ഇൻ്റർവ്യൂ മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പ്രോസസ്സ്. ഓക്കെ, നമുക്ക് പ്രൈമറിയിൽ മെയിനായിട്ട് വരുന്നത് ഇൻ്റർവ്യൂ ഒബ്സർവേഷൻ ആണ്. അതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂ ആവാം, ഒബ്സർവേഷൻ ആവാം. സോ ദാറ്റ്സ് അതിൻ്റെ പ്രോസസ്സും പഠിച്ചിരിക്കണം. ഇതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. ഇനി നെക്സ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ലാസ്റ്റ് ചാപ്റ്ററിലുള്ളതാണ്. റിസർച്ച് റിപ്പോർട്ട് എന്താണ്? കണ്ടൻസ് ഓഫ് റിസർച്ച് റിപ്പോർട്ട്, കണ്ടൻസ്. ഓക്കെ, ഇതാണ് ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ള ചോദ്യങ്ങൾ. പിന്നെ ഒരെണ്ണം കൂടി പറയാനുള്ളത് വാട്ട് ഈസ്, ഇതിനായിട്ട് മുമ്പത്തെ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. വാട്ട് ഈസ് പൈലറ്റ് സ്റ്റഡി, ദെൻ എക്സ്പ്ലെയിൻ ഇറ്റ്സ് നീഡ്സ് ആൻഡ് ഫങ്ഷൻസ്. സോ ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എക്സാമിന് കണ്ടുവന്നിട്ടുള്ള ചോദ്യങ്ങൾ കേട്ടോ. നിർബന്ധമായും പഠിച്ചിരിക്കണം. SCക്ക് കണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ്? സാമ്പിളിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെപ്പറ്റിയുള്ള ചോദ്യങ്ങൾ, മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, ടൈപ്സ്, പിന്നെ ഡാറ്റ എന്താണ്, ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ഡാറ്റ, അതിൽ പ്രൈമറി ഡാറ്റ റിലേറ്റ് ചെയ്തുള്ള ടോപ്പിക്സ് പലപ്പോഴും വരാറുണ്ട്. ഇൻ്റർവ്യൂ, അതുപോലെ തന്നെ ഒബ്സർവേഷനോ, ഇതിലേതെങ്കിലും ഒരെണ്ണം SCക്ക് എപ്പോഴും വരുന്നതാണ്.
ഒബ്സർവേഷനോ, ദെൻ റിസർച്ച് റിപ്പോർട്ട്, അതിൻ്റെ കണ്ടൻസ്, പൈലറ്റ് സ്റ്റഡി എന്താണ്, അതിൻ്റെ നീഡ്സ്, ഫങ്ഷൻസ്. അപ്പോൾ 2 ക്വസ്റ്റ്യൻസിൽ ഒരെണ്ണമാണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു 5 സജഷൻസ് ആണ് നൽകിയിട്ടുള്ളത് കേട്ടോ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നെക്സ്റ്റ് പാർട്ട് എയിലും ബിയിലും ഉറപ്പായും വരുന്ന റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, ഇതൊക്കെ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ വരാം. ദെൻ അതിനായിട്ട് മുമ്പ് പറയാനുള്ളത്, നാളെ നമ്മൾ എക്സാം റിലേറ്റഡ് ലൈവ് 7:30 വെക്കുന്നുണ്ട്. എല്ലാവരും അറ്റൻഡ് ചെയ്യുക. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒന്ന് ക്വിക്ക് റിവിഷനും ചെയ്യാം കേട്ടോ. ഓക്കെ, സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.